മിണ്ടാപ്പൂച്ച കാലോടച്ചതാ ഗൈസ്. സോറി. ആരൊക്കെ ഉണ്ട്? വേഗം കൈ പൊക്കു, എന്നെ പൊറുക്കാനായിരിക്കും. വേഗം കുറച്ച് 4-5 കിലോ തക്കാളി ആയിട്ട് പോന്നു. സാരില്ല, നിങ്ങൾ എന്റെ മേത്തെറിയുമ്പോൾ ഞാൻ ഓരോന്ന് ക്യാച്ച് ചെയ്യുന്നതായിരിക്കും. സോറി. കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. 6 മാസം മുന്നേ ഉള്ള അവസാനത്തെ വീഡിയോ ഇട്ടത് ഞാൻ അന്തം വിട്ടുപോയി ഗൈസ്. അത് കഴിഞ്ഞ് ഒരാഴ്ച എടുത്ത് ഞാൻ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും നോക്കുമ്പോൾ എന്താ കാണുന്നത്? 7 months ago എന്നെ എന്ത് വേണം? ഞാൻ എത്ര പ്രാവശ്യം കമന്റ് ചെയ്ത് നിങ്ങളെ പറ്റിച്ച്. ഈ ആഴ്ച അടുത്ത ആഴ്ച വേഗം തന്നെ സൂൺ എന്ന് പറഞ്ഞ് 7 മാസം കഴിഞ്ഞ് പോയി. കാരണങ്ങൾ അറിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്നെ ക്ഷമിച്ചേക്കാം. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, ഇത്രയും മാസം കഴിഞ്ഞ് വരുമ്പോൾ ഞാനിങ്ങനെ നാണം കെട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നാൽ പോരാലോ. ഒരു പനിഷ്മെന്റ് ആയിട്ട് ഒരു കാര്യം കൂടെ ഏറ്റെടുക്കാന്ന് വിചാരിച്ചു നിങ്ങളുടെ ബിഹാഫിൽ. അത് പനിഷ്മെന്റ്, അതിനകത്ത് ഫുഡ് അടിയാ ഗൈസ്. ക്യാമറ പിടിക്കാൻ പറ്റില്ല, കാരണം ആ ശീലമൊക്കെ കഴിഞ്ഞു പോയത് എന്റെ കയ്യിൽ നിന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഇനി കാണിച്ചു തരാം എന്നെ തന്നെ. ഇന്ന് ഞാൻ ആസ് എ പനിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും, ഷോർട്ട് വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 വർഷമായിട്ട് ഞാൻ ഭയങ്കര വെജിറ്റേറിയൻ ആണ്. അപ്പൊ വെജിറ്റേറിയൻ ആവണതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യവും കൂടെ ഞാൻ ഉപേക്ഷിച്ചു. സ്പൈസി ഭക്ഷണങ്ങൾ കഴിക്കാൻ പോകുമ്പോ പണ്ട് ഞാനും ചേച്ചിയും ഓർത്തിക്കാക്കാറോ കണ്ണീന്നും ചെവിന്നൊക്കെ ഇങ്ങനെ പുക വരട്ടെ അങ്ങനത്തെ രീതിയിൽ എരിവ് കഴിച്ചിരുന്ന ഞാൻ നല്ല കുട്ടിയായി മാറി. ഇപ്പൊ എരിവ് കഴിക്കാറില്ല. വളരെ റെയർ അല്ല, ഒട്ടുമേ എരിവില്ല ഭക്ഷണത്തിൽ. വീട്ടിലായാലും പുറത്തായാലും സ്പൈസി ഫുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത ഞാൻ ഇന്ന് പനിഷ്മെന്റ് ആയിട്ട് തന്നെ നീറ്റി കൊല്ലാൻ പോവാണ് ഗൈസ്. ഞാൻ സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് കുറച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് നിങ്ങളുടെ വായിരിക്കണ കേൾക്കണമല്ലോ എന്തായാലും ഞാൻ. അപ്പൊ ഇതും കൂടെ ഇരട്ടി മുളകും കൂടെ എന്റെ ആ വേദനയിൽ ഇട്ട് പെരട്ടാവുന്നതായിട്ട്. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ കുറെ നാൾക്ക് മുന്നേ രാമവന്റെ കാലത്ത് ഒരു ഫുഡ് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതുവരെ ട്രൈ ചെയ്യാത്ത ഫുഡുകൾ. അതിനകത്ത് വൈനൊക്കെ നമ്മൾ കുടിച്ചില്ലായിരുന്ന ആ വീഡിയോയിൽ ഞാൻ 2x സ്പൈസി ആയിട്ടുള്ള നൂഡിൽസ് കഴിച്ചായിട്ട് നിങ്ങൾ കണ്ടിട്ടല്ലോ. അത് നോൺ വെജിറ്റേറിയൻ വെർഷൻ ആയിരുന്നു. പക്ഷെ അതിന്റെ ആണ് വെജിറ്റേറിയൻ വെർഷൻ ഗൈസ്. അതും 2x അല്ല, സൂപ്പർ, സോറി പാക്കറ്റ് മാറിപ്പോയി, കാരണം നമുക്ക് വേറെ ഐറ്റംസ് ഉണ്ട്. സൂപ്പർ സ്പൈസി ആയിട്ടുള്ള ഇതാണ് ഗൈസ് നമ്മളിന്ന് കഴിക്കാൻ പോണത്. ഓ മൈ ഗോഡ്, എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ഇതിന്റെ മോന്ത കണ്ടിട്ട് തന്നെ പേടി. അവിടെ കുത്താ ഇരിക്കണതൊക്കെ ജീവന്റെ പാതാളത്തിന് ആൾക്കാരെ തിന്നണ സാധനം പോലെയുണ്ട് ഗൈസ്. ഇന്ന് ഞാൻ ഉപദ്രവിക്കും, ഞാൻ ഇത് ഡിസർവ് ചെയ്യണമെന്നാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് ഇവിടെ സാധനം ഉണ്ട്, ചിഹ്നം ഇതന്നെയല്ലേ? യെസ്, ദിസ് ഇസ് പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള നൂഡിൽസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെ വേറെ 2 കൂടെ ഐറ്റം ഉണ്ട് കേട്ടോ. നമ്മൾ അതും കൂടെ ഇന്ന് ട്രൈ ചെയ്യണതാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഇപ്പൊ ഒരു എന്താ പറയാ, എന്റെ ഡിസിഷനിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ വേറെ 2 ഐറ്റം കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഇന്ന് ഉണ്ടാക്കില്ല, കാരണം എന്തൊക്കെ പോലും ഞാനിപ്പോ ഡയറ്റിങ്ങിലാണ്. യെസ്, 2 കിലോ കുറച്ച് ഞാൻ ഒന്നര ആഴ്ച കൊണ്ടിട്ടാ ഞാൻ 2 കിലോ കുറച്ച്. സോ അതുകൊണ്ട് ഞാൻ എന്താ പറയാ, ഇപ്പൊ കുറെയൊക്കെ ഉണ്ടാക്കും, വീട്ടിലാരും കഴിക്കില്ല, വെറുതെ ഫുഡ് വേസ്റ്റ് ആവും, നമ്മളത് ചെയ്യരുത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ 2 ഐറ്റംസിനെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇന്ന് ഇത് മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് എന്തായാലും ഇതിന്റെ വെജിറ്റേറിയൻ വെർഷൻ അറിയണം എങ്ങനെയായിരിക്കും എന്നുള്ളത് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഇത് സൂപ്പർ സ്പൈസി ആൻഡ് എന്താണ് നോൺ ഷിംന്നുമായിട്ടുള്ള എന്താ ബ്രാൻഡ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് ബ്ലിങ്കിറ്റ് മേടിച്ചതാ. ഈ 10 മിനിറ്റും കൊണ്ട് തന്നെ ഐറ്റം ഇല്ല, അത് ഇവിടെ കിട്ടും. അത് കാരണം മനുഷ്യൻ ഭയങ്കര മടിച്ചാവും, നമ്മൾ കടയിൽ പോയി മേടിക്കാണ്ടായപ്പോ. ഓക്കെ, അപ്പൊ ഇവിടം വരെ തീർന്നില്ല. എനിക്കറിയാം ചില ആൾക്കാരെ നിങ്ങൾ അന്വേഷിക്കണുണ്ടാവുന്നുള്ളത്. സോ ലെറ്റ്സ് ഗോ, നമുക്ക് അവരുടെ അടുത്ത് പോകാം. എവിടെ പോയി എന്റെ പിള്ളേര്? ധാരാണ് ഇവിടെ. നോക്കേ, പിള്ളേരോട് ഹായ് പറഞ്ഞു. അവരെന്നെ എന്തായാലും തല്ലിക്കൊല്ലാൻ പോകും കമന്റ്സില്. വേഗം എന്തെങ്കിലും മനസ്സോപ്പെടും മമ്മി. പപ്പ ഗൈസ് ഹായ്, ആഫ്റ്റർ എ ലോങ് ടൈം 7 മാസം കഴിഞ്ഞ് ഇന്നാ പപ്പ നമ്മുടെ ബ്ലോഗ് പോകാൻ പോകുന്നത്. ആർ യു എക്സൈറ്റഡ്? ഇവിടെ പപ്പ ഡിന്നറിനുള്ള പരിപാടി ഒരുക്കി കഴിഞ്ഞു. അപ്പൊ നൂഡിൽസ് മാത്രം കഴിഞ്ഞ് നമുക്ക് പീപ്പിൾ കുറ്റിയായിട്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, ഒരു നൂഡിൽ മാത്രം ഇന്ന് ഉണ്ടാക്കിയാൽ മതി, ബാക്കി നമുക്ക് സമയത്തിന് ഉണ്ടാക്കാം. മമ്മി അതാണ് പറയണേ, എരിവുള്ളത് ഒരെണ്ണം കഴിച്ചാൽ പോരെ, വെറുതെ എല്ലാം ഉണ്ടാക്കി വേസ്റ്റ് ആണല്ലോ. നമുക്കത് വേറെ കണ്ടന്റ് എടുക്കാം ഗൈസ്, കാരണം വല്ല വേണ്ട ഇടാൻ. ഓക്കെ ഗൈസ്, സോ ലെറ്റ്സ് ഗോ ആൻഡ് മേക്ക് അവർ. ഇതിനകത്ത് റെഡ് എന്ന് എഴുതിയിട്ടുണ്ട് ഗൈസ്, റെഡ് സൂപ്പർ സ്പൈസി നൂഡിൽ. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ എന്തെന്നാ കാണുന്നത്, നമുക്കുണ്ട് ഇവിടെ മഖാണ. നിങ്ങൾക്ക് ഇതറിയാമോ എന്തെന്നാണ്? ഇതാണ് താമരക്കിഴങ്ങ്. യെസ്, ലെറ്റ് മീ ഗിവ് യു വൺ. നമ്മൾ ക്യാമറ മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ലെൻസ് മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ക്ലാരിറ്റി കിട്ടുന്നത്. മറ്റേ ചെറിയ ക്യാമറയിലല്ലേ സാധാരണ ഷൂട്ട് ചെയ്യാറ്, പക്ഷെ ഞാൻ മറ്റേ കൊമ്പനാണ് കൊണ്ട് നടക്കുക, അതുകൊണ്ട് എനിക്ക് കൈയും കഴക്കേണ്ടത് കൊണ്ട്.
कड़वा क्यों लग रहा है? हाँ इसके लिए ताते हैं. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഇതിന്റെ ഇൻസ്ട്രക്ഷൻ കുറച്ച് വിയർഡാണ് കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ കഴിച്ച പോലെയല്ല. പറയാൻ താമൊന്ന് കഴിഞ്ഞ തവണ നമ്മള് കഴിച്ച പോലെയല്ല. ഇതിനകത്ത് പറയണത് ഇത് നമ്മള് 3 കപ്പ് വെള്ളത്തിലേക്ക്, ബോയിൽ ആയിട്ടുള്ള വെള്ളത്തിലേക്ക് ഇത് അങ്ങോട്ട് ഇടുക. ഇതിന്റെ ഒപ്പം തന്നെ സൂപ്പ് പൗഡറും ഉണ്ട്, ഫ്ലേക്സും ഉണ്ട്, അതും ഇടാം. കഴിഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒരു ചുമന്ന കളറിന്റെ മനുഷ്യനെ പേടിപ്പിക്കണ ഒരു ലിക്വിഡ് സാധനം കൂടെ ഉണ്ടായിരുന്നത് ഒഴിക്കാൻ. അതിനകത്ത് ഇല്ലാന്ന് തോന്നുന്നു. തൊട്ടിട്ട് ആ ഒരു ലിക്വിഡ് ഗീല നനവ് ഫീല് വന്നില്ല കേട്ടോ. സാരില്ല, പേടിച്ച് പിന്മാറാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അനുഭവിക്കാം. ഇതിന്ന് പറഞ്ഞ തീ കാരണം നിങ്ങൾക്ക് ചൂടെടുക്കണ്ടോ ഗൈസ്? ഓക്കെ ഗൈസ്, ഇത് പൊട്ടിച്ചതിന്റെ അകത്തുള്ള സത്യാവസ്ഥ നമുക്കറിയാം. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ കൊറിയ. അതൊക്കെ കാണാൻ ഒരു പ്രത്യേക സന്തോഷം. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും മെയ്ഡ് ഇൻ ചൈന കണ്ടിട്ടുള്ളൂ. നമുക്ക് ആദ്യം മസാല ഇതെന്ന് തോന്നുന്നു നമ്മുടെ ചെവിന്ന് പുക വിടാൻ പോണം. സൂപ്പ് ബേസ്. ഓക്കെ, സൂപ്പി ആയിട്ടുള്ള. ഇനി ഇത് സ്പൈസി അല്ലേ? ദൈവമേ ആവാണ്ടിരിക്കണേ. നമുക്ക് സാധോടെ പനിഷ്മെന്റ് സ്വീകരിക്കാൻ. ഓക്കെ, ഇത് വാട്ട് എ ഗുഡ് ഷേപ്പ്. സീ ഗൈസ്, അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് ടൂടുന്ന മുഴുവൻ പൊട്ടി തകർന്നിരിക്കുന്ന രൂപത്തിലാണ് നൂഡിൽസ് കിട്ടാറ്. ഇത് നല്ലൊരു ഷേപ്പ്. 4.5 minutes അതിനകത്ത് എഴുതിയേക്കണം. വെരി ഇൻട്രസ്റ്റിംഗ്. അല്ലെങ്കിൽ സാധാരണ 2 മിനിറ്റ് ബാഗി ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് ആണ് പറയുന്നത്. കല്യാണം ഉണ്ടെന്ന് തോന്നുന്നു. കല്യാണമാണോ അപ്പൊ നമ്മുടെ സൊസൈറ്റിയില്? കേൾക്കാമോ ഗൈസ് നിങ്ങൾക്ക്? അച്ഛാ, നമ്മളാരും വിളിച്ചിട്ടില്ല ഗൈസ്. ഇവിടെ ഞാൻ ഇപ്പൊ വന്നിട്ടില്ലേ ഉള്ളൂ. എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടിട്ട് വേണം കല്യാണങ്ങളിൽ പോകാൻ. യെസ്, ഞാൻ കണ്ടുപിടിക്കും അതുപോലത്തെ ഫാമിലീസ്. കല്യാണം നടക്കാൻ സാധ്യതയുള്ള ഫാമിലീസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് നമ്മുടെ നെക്സ്റ്റ് മിഷൻ ആണ്. ഓക്കെ, നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചു തുടങ്ങി. എനിക്ക് കുടല് കഴിഞ്ഞിട്ട് കഴിയാം സത്യം പറഞ്ഞ. ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചില്ല. എന്നിട്ട് കുന്തം ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു വന്നപ്പോ വൈകുന്നേരമായി. അതാണ് എന്റെ കഴിവ്. സംസാരം നിങ്ങളെ കാണിക്കാൻ മതി. സൂപ്പർ സ്പൈസി. ഇതിന്റെ രൂപം നോക്കി കണ്ടാ തന്നെ പേടിയോ. ഓക്കെ, അപ്പൊ ഇതൊരു 4.5 minutes വരെ നമുക്ക് വേവിക്കാം. ഓക്കെ ഗൈസ്, ഇറ്റ്സ് ബീൻ 4.5 minutes. ഇതിന്റെ വെള്ളം ഇതുവരെ വറ്റിയിട്ട് ഒന്നും മിണ്ടാണ്ടിരിക്കും. ഓക്കെ ഗൈസ്, ഇതിന്റെ വെള്ളം ഇതുവരെ വറ്റിയിട്ടില്ല. കാരണം ഞാനേ ഒന്ന് മീഡിയം ടു ലോ ആക്കി. കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചു. വല്ലതും വേവുണ്ട്, തിന്നാൻ പറ്റണ്ടേ, അത് കാരണം കേട്ടാ. എനിക്ക് തോന്നുന്നു ഇത് ഓൾമോസ്റ്റ് കുഴപ്പമില്ലാണ്ട് നല്ല ഞാഞ്ഞൂട്. ഇനി ഒന്ന് ഫുൾ ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് ഇതാക്കാം. ഇതിന് സൂപ്പാക്കി കുടിക്കേണ്ട സാധനമാണോ? ഫോട്ടോ നോക്കിയേ, കണ്ടാ? സൂപ്പായിട്ടാണ് കഴിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനെ മുഴുവൻ വെച്ചിട്ട് നിർത്താം. ഡൺ. മമ്മേ നമ്മളെന്നെ ഇതൊന്ന് റോൾ അടിക്കാൻ എടുത്തോട്ടെ. കഴുകി വെച്ചോളാം. കണ്ട ഗൈസ്, ഇപ്പൊ നല്ല ആളാവുള്ളത്. ഇന്നലെ അവർ എന്റെ കൊക്കയ്ക്ക് പിടിച്ചാൽ ഇതെടുക്കും. കാരണം കഴുകി വെക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് ആരെയും പറയണ്ട. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് നമുക്ക് സെർവ് ചെയ്യാം. എക്സൈറ്റഡ് വിശന്നിട്ടും വയ്യ. കുന്തം ഇതിന്റെ എരിവ് കാരണം എന്റെ വിശപ്പ് അടങ്ങുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂല. എന്റെ ചെവി തന്നെ അടങ്ങും തോന്നുന്നുണ്ട്. पापा एक हेल्प करोगे? ये नूडल्स को है ना, ये नूडल्स को इसमें डाल दो ना, तो डायरेक्ट ऐसे डाल दो, डल जाएगा. पात्रम सहित गरम है. रुको पकड़ो, तुनी से पकड़ो पहले. रुको. ഒറ്റയിടല്ലായിരുന്നു ഗൈസ്. ലുക്ക്, ഇതാണ് എൻ്റെ ലുക്ക്. ആക്ച്വലി നൂഡിൽ കാണാൻ അത്രയും കുഴപ്പമില്ല. അറ്റത്തുനിന്ന് ചാറ് കാണുമ്പോഴാണ് നമ്മൾ കുറച്ച് പേടിക്കേണ്ടത്. താങ്ക് യു പപ്പ. ബോൺ അപ്പറ്റീറ്റ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ഇത് ട്രൈ ചെയ്യാം. അതേ ഇവിടെ കണ്ടേ ഒരു മഷ്റൂം കഷ്ണം കണ്ടതേ കിടക്കും. ആൻഡ് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് തപ്പി കാണിച്ചു തരാം. ഇതാണ് ഇത്. ഞാൻ സത്യം പറഞ്ഞ ആദ്യം കണ്ടപ്പോൾ പേടിച്ചു പോയിട്ടാ. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് ഇൻഗ്രീഡിയൻസിൽ മനസ്സിലായത് സോയാബീനാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഗാജർ, ക്യാരറ്റ് കിടപ്പുണ്ട്. അതാന്ന് തോന്നണം. ഓക്കെ, കണ്ടുപിടിക്കുമ്പോൾ തരാട്ടാ. ഓ സോറി, നിങ്ങൾ പുക പിടിച്ചു. പപ്പാ ടേസ്റ്റ് കരോगे? एक पीस, एक भी पीस नहीं, थोड़ा सा भी नहीं, मशरूम भी नहीं. കണ്ടുപിടിച്ചേ മമ്മി. ഒരു കഷ്ണം കഴിക്കോ? ടേസ്റ്റ്. ഓ മൈ ഗോഡ്, നമുക്ക് ഇപ്പൊ തന്നെ ഓടാൻ പോയി. ഓക്കെ ഗൈസ്, അപ്പൊ ഇരിക്കേണ്ടത് നമുക്ക് അതിനകത്ത് ഇരിക്കാം ബീൻ ബാഗുമ്പോ. പക്ഷെ നമുക്കൊരു ഇത് വേണ്ട, സ്റ്റൂള്, പത്രം. ടീപ്പോയി ഉണ്ട്. വെയിറ്റ്, നമ്മുടെ ടീപ്പോയെ കുറച്ച് ബിസിയാണ്. നമുക്ക് ഇവിടെ ഒരു സാധനമുണ്ട്, പാഴ്സൽ ഇരിപ്പുണ്ട്. നമുക്ക് അതിനകത്ത് വയ്ക്കാം.
നമുക്ക് ഇതുപോലെ ധാരാളം. ഇനി എന്താ വേണം, നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ മക്കളെ, ഒടുക്കത്തെ ചൂടാണ് കേട്ടോ. കുറച്ചേരം AC ഇട്ടേക്കാം. എനിക്ക് AC വെച്ചിട്ട് കുറച്ച് ഇങ്ങനെ എന്താ പറയാ, ലവ് ഹേറ്റ് റിലേഷൻഷിപ്പാണ്. 2 മിനിറ്റ് ഇട്ട് എനിക്ക് വേണ്ട, പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വേണം. അങ്ങനത്തെ ഒരു വട്ട. ഓക്കെ, നമുക്ക് ഇവിടെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ടോപ്പിക് ചേഞ്ച് ചെയ്യേണ്ട നമുക്ക് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് അത്ര ഭംഗി തോന്നണില്ല. എന്താന്ന് പറഞ്ഞൂടെ, ഒരു ഐശ്വര്യമില്ലാത്ത എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ വിചാരിച്ച പോലത്തെ ആ ഒരു ലുക്ക് ഇല്ല. ഞാൻ ഭയങ്കര ചുമന്ന കളറിന്റെ സൂപ്പർ സ്പൈസി എന്നൊക്കെ പറഞ്ഞപ്പോഴേ വെള്ളം വന്നിട്ട് സൂപ്പർ സ്പൈസി എന്നൊക്കെ പറഞ്ഞ ചുമന്ന കളർ ബ്ലാക്ക് ബീൻ നൂഡിൽസ് ഇല്ല, അതുപോലെ ആകുന്ന വിചാരിച്ചില്ല. ബെറ്റോ അങ്ങനെയൊന്നും അല്ല. പിന്നെ എന്റെ മണം, ആ നൂഡിൽസിന്റെ മൈദ മണം, പിന്നെ ആ മഷ്റൂം മണം, അതൊക്കെയാ എനിക്ക് വന്നെ. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. ഇനി ലുക്ക് എടുത്ത പോകാം. മൈ ഗോഡ്, ലുക്ക് സെമി ആയിട്ട്. ഞാൻ ആക്ച്വലി ഒട്ടും കംഫർട്ടബിൾ അല്ല കേട്ടോ. ഈ ബീൻ ബാഗിന്റെ ബീൻസ് ചതഞ്ഞു തുടങ്ങി. അതൊരു സുഖമില്ല ഇരിക്കാൻ. ഓക്കെ, നൗ ഫൈൻ ഡൺ ഗൈസ്. ഇനി നമുക്ക് കഴിക്കാം. ഞാൻ എക്സൈറ്റഡ്. നമുക്ക് ഫോൺ. ഓക്കെ, എനിക്ക് സമയം കാണിച്ചെന്നില്ലല്ലേ. 5:12. ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, നമുക്ക് കഴിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നൂഡിൽസ് ഒക്കെ ഇതും അബ്സോർബ് ആയി. സോറി, നൂഡിൽസ് അല്ല, സൂപ്പൊക്കെ അബ്സോർബ് ആയിട്ടാ നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് ആക്ച്വലി ഇങ്ങനെ ചുറ്റി ഇതിനോട് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ട് തന്നെ, നിങ്ങൾക്ക് തന്നെ നേരം നോക്കി അവിടെ അങ്ങോട്ട് വീഴും. അതാ പ്രശ്നം. ഓക്കെ ഗൈസ്, ഹാവ് ഇറ്റ്. എങ്ങനെയുണ്ട്? ഞാൻ ട്രൈ ചെയ്യട്ടെ. എന്റെ ശിവനെ രക്ഷിക്കണേ ചേരാ. ഇത് ചിലപ്പോ കാണുന്ന രീതി അല്ലെങ്കിലോ കഴിക്കുമ്പോ. ഓക്കെ, ലെറ്റ്സ് ഹാവ് ബോൺ അപ്പറ്റീറ്റ്. കാണോലല്ലട്ടാ, ശ്വാസം കിട്ടണല്ലോ എനിക്ക്. പെട്ടെന്നായിപ്പോയി. എന്നുവെച്ചാ ഇത് ഞാൻ തീർക്കണോ ദൈവമേ. ഒരു വെജിറ്റബിൾ ഞാൻ കണ്ടത് ഇതിനകത്ത് ഒരു കഷ്ണം കണ്ടോളൂ. വെജിറ്റബിൾ പറഞ്ഞ ഒരു ഇല പോലത്തെ സാധനോട് അത് കാണില്ല. കുന്തം എന്തായാലും നമുക്ക് തീർക്കണമല്ലോ. ഏറ്റെടുക്കുക. എനിക്ക് നെഞ്ചരിടുക. വീട്ടുകാരെ കൊല്ലും. ഓക്കെ, നമുക്ക് തീർക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്കിത് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം. ഇനി ഇടോ വീഡിയോ, ഇനി ഇടോ, സമയാസമയത്തിന് വീഡിയോ ഇടോ. ഇത് എനിക്ക് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്തായിരുന്നു തന്നിരുന്നെങ്കിൽ എനിക്കൊരു വാഴക്കേ തോന്നൂലായിരുന്നു. കാന്താരി മുളകിന്റെ അച്ചാറ് വെറുതെ ചപ്പി തിന്നിരുന്ന ഞാനായിരുന്നു ആസ് എ സ്നാക്ക്. എത്ര നാൾ കഴിഞ്ഞിട്ടാ ഞാൻ മൈദയുടെ നൂഡിൽ തന്നെ കഴിക്കണം എന്നറിയാമോ. മില്ലറ്റ് നൂഡിൽസ് കുറെ മേടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഗൈസ്. ഒരു 7-8 പാക്കറ്റ്. ഞാൻ അതേ ഉണ്ടാക്കി കഴിക്കാറ്. എനിക്ക് നൂഡിൽസ് കഴിക്കാണ്ട് ഇത്തിരി വെള്ളം കുടിക്കാമോ? അപ്പൊ സാധാരണ ഗൈസ് എനിക്ക് ചാക്കാൻ പറ്റണില്ല ഗൈസ്. കുറെ കാലം മിഴുങ്ങി പോവാൻ പോലും. ഇനി മൈദ കുന്നന്റെ വയറ്റിന്ന് എത്ര ദിവസം പിടിക്കുമോ? അത്രയും കൂടെ ഉള്ളൂ. അമ്മേ, മമ്മേ, മമ്മേ, നല്ല വീട്ടുകാരാ ഗൈസ്. എനിക്കെന്തിനും പറ്റിയിട്ട് ഇങ്ങനെ വിളിച്ചാലും മഞ്ഞില്ല. ഈ ബേസ്ബോൾ വെട്ടി അവിടെ വെച്ചേക്കാം. എന്തിനാന്നറിയാമോ, നമ്മളിങ്ങനെ കാര്യം ചെയ്യാൻ പോവാ. 3 മിനിറ്റ് വരെ ഞാൻ എന്റെ നാക്ക് പുറത്ത് വെക്കും. നാക്ക് പുറത്ത് വെക്കൂലേ, അപ്പോഴാണ് ഇരട്ടി എരിവ് അറിയണം. ഓ സീ ഗൈസ്. 3, 2, 1 സ്റ്റാർട്ട്. ഒന്ന് നിക്കോ. ഞാൻ കാരണം ഈ 7 മാസം നിങ്ങൾ
അനുഭവിച്ചതിന്റെ പകുതി പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല. I know that. പക്ഷെ എനിക്ക് തളർക്കണം കഴിച്ചു. എന്റെ ബാറ്ററിയും തീരണം കുന്ത. എനിക്കാണ് നോ ഗൈസ്, ഞാൻ തല ഇറങ്ങിയിട്ടില്ല, വീണിട്ടില്ല. എനിക്കറിഞ്ഞു തല ഇറങ്ങി വീണ്ട എങ്ങനെയാണ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാം. എന്നെ കുറ്റബോധം ഉണ്ടാക്കിക്കാനുള്ള കാര്യം ചെയ്തോണ്ടിരിക്കുക ഗൈസ് മമ്മി ഇവിടെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനി. നിങ്ങൾ ഓടി. എന്തുകൊണ്ടറിയില്ല കണ്ണാ നിന്നൊന്നിലൻ കണ്ണു നിറഞ്ഞു പോയി. ഗൈസ്, നമുക്ക് കുറച്ച് മോര് കുടിക്കാം. ചൂട് തുടങ്ങി പിന്നെ ഞാൻ പാലിലോട്ട് കടന്നിട്ടേ ഇല്ല. എനിക്ക് മോര് കുടിക്കാനേ തോന്നുന്നു. കുറച്ചിടി ജസ്റ്റ് a little bit. ഓക്കെ സോറി, ഞാനിപ്പോ അധർമ്മം ചെയ്തത്. എന്നാ ഗൈസ് കുടിച്ചോ ആദ്യം. എന്റെ ആത്മാവിൽ എന്തോ കിട്ടി. മുറിവിൽ എന്തോ മരുന്ന് കേൾക്കണ ആ ഒരു ആശ്വാസം ഗൈസ്. എന്നെ കാണാനുണ്ട് കുറച്ച് ഷിബുനെ പോലെ ഇരിക്കണം. ക്യാമറയുടെ ലെൻസ് ആയിരുന്നു ഗൈസ്, അല്ലെങ്കിൽ ഭയങ്കര സൗന്ദര്യ. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞു. പൊറുക്കണം എല്ലാവരും പ്ലീസ്. ഭയങ്കര കുറ്റബോധത്തിലാണ്. എനിക്ക് കുറ്റബോധം കൂടും, എനിക്ക് വാക്കുകൾ കുറഞ്ഞു. 7 മാസം ഇസ് എ ഹ്യൂജ് തിങ്. ഐ നോ ദാറ്റ് മോർ ദാൻ ഹാഫ് ഓഫ് ദ ഇയർ അല്ലേ. സോറി ഗൈസ്, സോറി. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ എന്തൊരു കണ്ണിച്ചോര ലൈബ്രറി ചെയ്തതുള്ളത്. ഐ എം റിയലി സോറി ഗൈസ്, ഐ എം റിയലി സോറി. ഓക്കെ, അപ്പൊ ഇനി മുതൽ നമ്മൾ മൂഡ് ഔട്ട് ഒന്നും ആക്കില്ല. നിങ്ങളെല്ലാവരും എന്നെ ക്ഷമിച്ചെന്ന് വിചാരിക്കണം. ഇവിടെ നമുക്ക് ഇട്ടിട്ട് അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ പനിഷ്മെന്റ് വ്ളോഗ്. സോ യെസ് ഗൈസ്, എന്റെ വയറ് ഇവിടെ നടന്നിട്ടുണ്ട്. മൈ ഗോഡ്, ഇത്രയും ദിവസം ഡയറ്റിങ് ചെയ്തതൊക്കെ കുളത്തിനായി തോന്നുന്നുണ്ട്. എന്റെ വയറ് കാണിച്ചു തരില്ല ഗൈസ്. ഐ എം പ്രഗ്നന്റ് നൗ. ഈ വ്ളോഗിനകത്ത് എനിക്ക് നിങ്ങളുടെ കുറെ കമന്റ്സ് വേണം കേട്ടോ. കാരണം എത്ര നാളായി പെർഫെക്റ്റ് ആ ഒരു ലോങ് വ്ളോഗിൽ നിങ്ങളുടെ കമന്റ്സ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര കൊതിയാണ്. കുറെ പേര് എല്ലാവരും അങ്ങോട്ട് കമന്റ് ചെയ്തു. ഹൈ എങ്കിൽ ഹൈ, ബൈ എങ്കിൽ ബൈ, യു ആർ എ ഗൈ എങ്കിൽ ഗൈ, എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് കമന്റ് ചെയ്തോ. അപ്പൊ വ്ളോഗ് ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യാ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തു. നമ്മൾ 1 lakh ക്രോസ് ചെയ്തത് അതിനോടുള്ള താങ്ക് യു ആയിട്ട് ഞാൻ വേഗം വരെ വരുന്നതാണ്. ഇപ്പൊ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള താങ്ക് യു ഉണ്ട് കേട്ടോ ഗൈസ്. എന്റെ മുത്തടികൾ ഞാൻ ഒരു വ്ളോഗ് കൂടെ എന്നെ ഇവിടെ വരെ എത്തിച്ച് താങ്ക് യു ഗൈസ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വ്ളോഗ് വെച്ച് വേഗം തന്നെ കാണിച്ചു. ഓൾവേസ് റിമെമ്പർ ദാറ്റ് I purple you all.